നോർവേയിലൂടെ ഏകദേശം അരമണിക്കൂർ സഞ്ചരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ നോർവേയിലേക്ക് വരാമെന്ന് പറഞ്ഞ തീരുമാനമായിരുന്നു ഈ ട്രിപ്പിലെ ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണെന്ന്. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്സ് ആണ് അവിടെ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. നോർവേ കണ്ട കാഴ്ചകൾ പറഞ്ഞാലും തീരില്ല. കാരണം നോർമലി നമ്മൾ സ്വിറ്റ്സർലൻഡ് പോലെയുള്ള അല്ലെങ്കിൽ ഫ്രാൻസ് പോലെയുള്ള സ്ഥലങ്ങളുടെ ലാൻഡ്സ്കേപ്പിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് നോർവേയിലേത്. നമ്മൾ സാധാരണ ഇവിടെ കാണുന്നത് മലകളെല്ലാം ഇടിച്ച് നിരപ്പാക്കി അതിലൂടെ റോഡ് പണിയുന്നതിന് പകരം അവിടെ പ്രകൃതിക്ക് ഒരു ദോഷവും തട്ടാത്ത രീതിയിൽ ഒരുപാട് റോഡ് ടണൽസ് പണിതിരിക്കുകയാണ്. ഈ റോഡ് ടണൽസ് പറയുമ്പോൾ നമുക്ക് കയറ്റം ഇറക്കം ഉള്ള ഒരുപാട് വലിയ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ റോഡിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയധികം വലിയ മലനിരകളുള്ള സ്ഥലത്ത് ഉള്ള റോഡ് വളരെ നിരപ്പായിട്ടുള്ള റോഡാണ്. ടണലുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും അധികം ടണലുകളുള്ള മൂന്നാമത്തെ രാജ്യമാണ് നോർവേ. 1338 ടണലുകളാണ് നോർവേയിൽ മൊത്തം ഉള്ളത്, അതാ കൊച്ചു രാജ്യത്ത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ടണലായ ലാർദാൽ ടണലും ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ടണലായിട്ടുള്ള റേഫാസ് ടണലും 292 മീറ്റർ അടിയിൽ കൂടെയാണ് പോകുന്നത്. ഈ ടണലുകളിലൊക്കെ ഞങ്ങൾ സഞ്ചരിക്കുകയും ചെയ്തു. ഇത് ടണലുകളുടെ ഒരു അത്ഭുത ലോകമാണ്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള പാറയൊക്കെ തുറന്ന് എത്രയോ കാലം മുമ്പ് പണിത് തീർത്ത് ഈ ടണലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അതിശയം തോന്നും. കാരണം ഇത്ര മലനിരകൾ ഉള്ള സ്ഥലമാണെങ്കിലും റോഡ് നല്ല സ്ട്രെയിറ്റ് ആണ്. ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അത് നമ്മുടെ നാട്ടിലും കൂടുതൽ ടണൽ വരണമെന്നും അതുപോലെ തന്നെ അത് അപകടം കുറയ്ക്കാനും യാത്രാ സമയമൊക്കെ കുറയ്ക്കുന്നത് എത്ര ഉപകാരപ്പെടും എന്നുള്ളത് ഈ കാഴ്ച കണ്ടപ്പോൾ ശരിക്കും മനസ്സിൽ തോന്നി. നോർവേയിൽ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് സ്ട്രാവിങ്ങർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പുൾപിറ്റ് റോക്കുണ്ട്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള റോക്കാണ്. നമ്മൾ ട്രക്ക് ചെയ്ത് പോകണം. അപ്പോൾ ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അവിടെ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടിലെത്തി കഴിയുമ്പോൾ ഒരു റോക്ക് ഇങ്ങനെ മുന്നോട്ട് കയറി നിൽക്കുന്ന ഒരു റോക്കാണ്. അവിടെ നിന്ന് ചുറ്റുമുള്ള കടലിൻ്റെയും മലനിരകളുടെയും കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. ഇതിനിടയ്ക്ക് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. പുൾപിറ്റ് റോക്ക് എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് സംസാരിച്ചപ്പോൾ ഞാനിതിനെ പിറ്റ്ബുൾ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും പിറ്റ്ബുൾ റോക്ക് എന്ന് തന്നെ അകത്തിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഗൂഗിൾ ഇങ്ങനെ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ട് പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമുക്ക് വഴി കാണിച്ചു. അപ്പം ഇത് ചോദിക്കാനായി സാൻഡോ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ദൂരം മാറി നിൽക്കുന്ന 2 ഫോറിനേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴും എന്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാനും ഇറങ്ങി ചെന്നു. അപ്പോൾ സാൻഡോ ഈ ഫോറിനേഴ്സിനോട് ആക്ച്വലി ചോദിക്കുന്നത് വേർ ഈസ് പിറ്റ്ബുൾ എന്നാണ്. അപ്പം അവർക്കത് മനസ്സിലാവുന്നില്ല. പിറ്റ്ബുൾ വാട്ട് പിറ്റ്ബുൾ എന്നെന്തോ അവർ ചോദിച്ചു. അപ്പം എന്നിട്ട് അവർ അവരുടെ കയ്യിലുള്ള ഒരു നായയുടെ ഇനത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പം നോ എന്ന് സാൻഡോയും പറഞ്ഞു. സാൻഡോയ്ക്ക് അങ്ങനെ നായക്കുട്ടിയുടെ ഇനത്തിൻ്റെ പേരൊന്നും കണക്റ്റ് ആയില്ല. അത് കഴിഞ്ഞ് ഇതിൽ തെറ്റ് പറ്റിയത് തിരിച്ച് വന്ന് ഞാനും കൂടെ അവിടെ എത്തിച്ചെന്ന് അപ്പോഴത്തേന് സാൻഡോ തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്താണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ പിറ്റ്ബുൾ റോക്ക് എന്നാണ്. ശരിക്കും പിറ്റ്ബുൾ അല്ല, ഇത് പുൾപിറ്റല്ലേ, നമ്മൾ തമാശയായിട്ട് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ഇത് മനസ്സിലായത്. പിന്നെ അത് ചിരിയായി തമാശയായി. എന്താണെങ്കിലും മഴയൊക്കെ പെയ്തു തുടങ്ങി. ഈ ട്രക്കിങ്ങിന് പോകാനുള്ള സാധ്യത വളരെ കുറഞ്ഞു തുടങ്ങി. അപ്പം എന്തായാലും ഈ പുൾപിറ്റ് റോക്കിലോട്ട് പോകുന്ന ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തന്നെ ആയിരുന്നു ഞങ്ങളപ്പോൾ ഉണ്ടായിരുന്നത്. ഞങ്ങളവിടെ ക്യാമ്പ് ചെയ്തു. രാത്രിയിൽ അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴത്തേനും കാലാവസ്ഥ വീണ്ടും മോശമായി. അപ്പം ഞങ്ങൾ എഴുന്നേറ്റെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഈ ക്ലൈംബിങ് കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്ന ആളുകളോട് ഞങ്ങളുടെ ചോദിച്ചു എന്താണ് അവസ്ഥ ആണെന്ന് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അവർ വീഡിയോ കാണിച്ചു തന്നു. ഇവിടെ ഒന്നും പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, ഭയങ്കര ഫോഗാണ് എന്ന് മനസ്സിലായി. അങ്ങനെ അവിടുന്ന് ട്രക്കിംഗ് ചെയ്യാൻ പറ്റാത്ത വിഷമത്തിൽ ഞങ്ങൾ പിന്നീട് നീങ്ങിയത് ബെർഗൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഈ ബെർഗനിൽ ഓൾറെഡി കുറച്ച് മലയാളികളൊക്കെ ഉണ്ട്. നല്ലൊരു പട്ടണമാണ്. ഏകദേശം 20ഓളം മലയാളികളുണ്ടെന്നാണ് അവിടുത്തെ മലയാളി കൂട്ടായ്മ വിളിച്ചപ്പോൾ പറഞ്ഞത്. അതിൽ യതി എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത്, അദ്ദേഹം നമ്മുടെ വീഡിയോസ് എല്ലാം കാണാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. സോ ബെർഗൻ ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. ഈ ബെർഗനിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ നോർവേയിലെ റോഡുകളുടെ കിടപ്പ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ പ്രത്യേകതയുള്ളൊരു ഭൂപ്രകൃതിയാണ് നോർവേയിലുള്ളത്.
പ്രത്യേകിച്ച് തീരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നത്. നമ്മുടെ കൈകളിലെ ഞരമ്പുകളൊക്കെ പോലെ കരയിലേക്ക് ഒരുപാട് ഭാഗത്ത് കടല് കയറി കിടപ്പുണ്ട്. അവിടെ വളരെ ഉയർന്ന മലനിരകളുടെ ഇടയിലൂടെയാണ് ഈ കടലുള്ളിലേക്ക് കയറി കിടക്കുന്നത്. കടലുള്ളിലേക്ക് കയറുന്ന പറഞ്ഞാൽ വളരെ അധികം ദൂരം ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടാവും. അപ്പൊ കടൽ ഇങ്ങനെ കയറി കിടക്കുന്നതിന് ഫ്യോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഫ്യോഡ് എന്ന് പറയുന്ന ഈ മലകളുടെ ഇടയിലൂടെ കടൽ കയറി ഒരുപാട് ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ഇതിനകത്തോടെ ഷിപ്പുകളുണ്ടാവും. ഈ ഷിപ്പുകളിൽ ടൂറിസ്റ്റുകളെ ഇതിനകത്തോടെ പോകും. കാരണം അത്ര മനോഹരമാണ് ഈ ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത്. കാരണം നടുക്കോടെ ഷിപ്പ് പോകണേ രണ്ട് സൈഡിലും വളരെ ഉയർന്ന വലിയ പർവ്വതങ്ങളും അത് പച്ചപ്പ് നിറഞ്ഞത്, പിന്നെ അതിൻ്റെ കൂടെ ഇതിലൊക്കെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഈ വഴിയും പോകുന്നത്. ഈ വഴി പോകുന്നത് നോർവേയിൽ ഏകദേശം 2,40,000 ഐലൻഡ്സ് ആണുള്ളത്. ഒരുപാട് ഐലൻഡ്സിലൊന്നും ആൾക്കാർ താമസിക്കുന്നില്ല എങ്കിൽ പോലും ഇതിൽ ആൾ താമസമുള്ള മിക്ക സ്ഥലത്തോടെയും ഈ ഹൈവേ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഈ ഹൈവേ ഇട്ട് ഗൂഗിൾ മാപ്പിൽ ഹൈവേ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോലും ഒരു തടസ്സം കാണില്ല. കാരണം ഐദർ നമുക്കൊരു സ്ഥലത്ത് ടണലുണ്ടാവും, അതും കടലിനടിയിലൂടെ, അല്ലെങ്കിൽ ഇത് ക്രോസ് ചെയ്തിട്ട് ഈ ഫ്യോഡുകൾ അല്ലെങ്കിൽ ഇതുപോലെ കടൽ കയറി കിടക്കുന്ന ഭാഗം ക്രോസ് ചെയ്ത് പാലങ്ങളുണ്ടാവും. ഇതൊന്നും അല്ലെങ്കിൽ ഫെറി ഉണ്ടാവും. ഈ ഒരു സിസ്റ്റം വളരെ വളരെ സ്ട്രോങ് ആണ്, വളരെ ആക്റ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോലും നമ്മുടെ യാത്ര തടസ്സപ്പെടില്ല. ഇത് വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇതൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഫെറി സർവീസ് ഉണ്ട്. ഞങ്ങൾ ഒരുപാട് ഫെറീസ് ക്രോസ് ചെയ്തെങ്കിലും ഒരു സ്ഥലത്ത് മാക്സിമം വെയിറ്റ് ചെയ്യേണ്ട വന്ന ഒരു ഫെറി എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്സ് ആണ്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫെറി അപ്പുറത്തോട്ട് പോകുമ്പോൾ മറ്റൊന്ന് ഇപ്പുറത്തെത്തിയിട്ടുണ്ടാവും. വളരെ ചെറിയ ടൈമിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് വലിയ ക്രോസിങ്ങിലാണെങ്കിൽ പോലും 40 മിനിറ്റ് മാക്സിമം കിടക്കേണ്ട ഒരു സിസ്റ്റമാണ് അവിടെ മൊത്തത്തിലുള്ളത്. സോ എനിക്ക് അതിശയം തോന്നി, ഇത്ര ചെറിയ രാജ്യം, ഇത്ര ചെറിയ പോപ്പുലേഷനുള്ള രാജ്യം ഇത്ര മനോഹരമായിട്ട് അവിടെ ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിൽ എങ്ങനെ ഈ റോഡും മറ്റും പണിത് വെച്ചിരിക്കുന്നുള്ളത് ശരിക്കും അത് നോർവേയിൽ നിന്ന് കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം മുന്നിൽ കടലാണ്, പെട്ടെന്ന് വഴി കടലിൻ്റെ അടിയിലേക്ക് പോകുന്നു. അങ്ങനെ കടലിൻ്റെ അടിയിലൂടെയുള്ള ടണലുകൾ തന്നെ ഒരുപാട് ദൂരമുണ്ട്. ഈ ടണലുകളിലൊക്കെ തന്നെ നമുക്ക് മിക്ക ടണലുകളും ലെങ്തി ആയിട്ടുള്ള ടണലുകളിൽ നമുക്ക് ഇടയിൽ വാഹനം നിർത്താം. കാരണം ടണലിൽ കൂടെ വാഹനം ഓടിക്കുമ്പോൾ ഉള്ളൊരു മടുപ്പുണ്ടെങ്കിൽ ഒരുപാട് നല്ല ലൈറ്റ്സ് എല്ലാം പല കളറിലുള്ള ലൈറ്റ്സ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ള പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. അവിടെ നമുക്ക് വാഹനം നിർത്താം. ഇവിടുത്തെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ടണലിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ടണലുകളുടെ ഒരു ഘടന, ഈ കടലിൻ്റെ അടിയിലൂടെ പോകുന്ന ടണലിൻ്റെ ഒരു ഘടന നോക്കാനായിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതുതന്നെ ഒരു വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതിയാണ്. ഇപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള നാരോ ആയിട്ടുള്ള ഈ കടൽ കയറി കിടക്കുന്ന ഫ്യോഡ് ക്രോസ് ചെയ്തിട്ടാണ് ടണൽ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് മുന്നേ തന്നെ താഴോട്ട് ചെരിച്ച് ടണൽ പണിത് തുടങ്ങി. അതിൻ്റെ ഏറ്റവും അടിയിലത്തെ പോയിന്റിനും താഴെ കൂടെ ടണൽ പണിത് ഒരു വി ഷേപ്പിലാണ് ടണലുകൾ പണിയുന്നത്. അത് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാത്ത ആ കറക്റ്റ് ആംഗിളൊക്കെ ചെയ്തിട്ടാണ്. വലിയൊരു അത്ഭുതം തന്നെയായിട്ട് തോന്നി അവിടുത്തെ നോർവേയിലെ ടണലുകൾ. അപ്പോൾ ഇങ്ങനെ ടണലുകളും ഫെറികളും ഒക്കെ പാസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ കിട്ടുന്നത്. ഇതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ബർഗനിലെത്തി. ഈ ബർഗനിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. യൂറോപ്പിലെത്തിയിട്ട് വാഹനം ഓടിക്കാൻ തരുമെന്ന് ഒക്കെ എന്നെ പറഞ്ഞ് കുറേ ദിവസമായി ജോജു ചേട്ടൻ ഇങ്ങനെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ എന്തെങ്കിലും ചോദിക്കും, പറയും അടുത്ത സ്ഥലത്തെത്തുമ്പോൾ തരാം, വീണ്ടും പറയും അടുത്ത സ്ഥലത്തെത്തുമ്പോൾ തരാം, പിന്നെ എവിടെയെങ്കിലും വാഹനം നിർത്തിയിട്ട് കഴിയുമ്പോൾ പറയും അതൊന്ന് തിരിച്ചെടുത്തിട്, അല്ലെങ്കിൽ അതൊന്ന് അങ്ങോട്ട് മാറ്റിയിട്. അപ്പം ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. അങ്ങനെ കുറേ ദിവസമായിട്ടും ഈ വാഹനം ഓടിക്കാൻ തരുന്നില്ല. കാരണം ജോജുവേട്ടന് ഞാൻ വാഹനം ഓടിച്ച് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ വളരെയധികം ഉണ്ടായിരുന്നു. അപകടമല്ല, ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഹന അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ഓടിച്ചു വരുന്ന ഡ്രൈവർ നമ്മൾ നിയമം അനുസരിച്ച് വാഹനം ഓടിച്ചോളും എന്നുള്ളൊരു കാൽക്കുലേഷൻ തെറ്റുമ്പോഴാണ് മിക്കവാറും സംഭവിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ വല്ല ടയർ ബേസ്റ്റോ വല്ല സ്ലൈഡ് ചെയ്തിട്ടുള്ള ആക്സിഡൻ്റ് ഒക്കെയാണ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു അശ്രദ്ധമായി വാഹനം ഓടിച്ചിട്ട് ഒരു അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വളരെ കുറവാണ്. കാരണം അവരെല്ലാവരും സിസ്റ്റം വളരെയധികം അനുസരിക്കും. സോ ഞാൻ ജോജുചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്രയും ദിവസമായില്ലേ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, ഞാൻ ജോജുചേട്ടൻ്റെ പുറകിൽ തന്നെ ഇരിക്കുന്നത്, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാനായിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഡ്രൈവിംഗ് സീറ്റിൻ്റെ പുറകിൽ തന്നെ ഇരുന്ന്
ഒരു ഡ്രൈവറെ പോലെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായി. പിന്നെയെങ്കിലും എനിക്ക് ഡ്രൈവിംഗ് തരില്ലേ എന്ന് ചോദിച്ചപ്പോൾ നോർവേയിൽ വെച്ച് അവസാനം സമ്മതിച്ചു വാഹനം ഓടിച്ചോളാൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനം ഓടിക്കുന്നത് നോർവേയിൽ വെച്ചിട്ടാണ്. നോർവേയിൽ വാഹനം ഓടിച്ച് തുടങ്ങി ഒരു 5-6 കിലോമീറ്ററൊക്കെ ഓടിച്ചെത്തിയപ്പോഴത്തേനും വാഹനത്തിൽ ആരും സംസാരിക്കുന്നില്ല. അതുവരെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ജോജുവേട്ടന് ടെൻഷൻ കാരണം ജോജുവേട്ടൻ്റെ ഹൃദയം സ്തംഭിച്ചു പോവോ എന്ന് വരെ ഞാൻ പേടിച്ചു. കാരണം അത്രയധികം ടെൻഷൻ. വലതുവശത്തൊന്നും മിണ്ടാതിരിക്കുന്നു. സാൻഡോ പുറകിലിരുന്ന് വീഡിയോ ഇടയ്ക്ക് മാത്രം ഒന്ന് ഷൂട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്നു. ഫുൾ ടെൻഷൻ. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത്. അപ്പോഴാണ് ജോജു ചേട്ടൻ പറഞ്ഞത് നോർവേയിലെ ഒക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഹെവി ഫൈൻസ് ആണ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സിഗ്നൽസ് എല്ലാം സ്കൂൾ സോൺസോ എവിടെയെങ്കിലും സ്പീഡ് കൂടിപ്പോവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ലക്ഷങ്ങളിലേക്കൊക്കെ എത്താം ഫൈൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. പിന്നെ അതുപോലെ നോർവേയിലെ റോഡുകൾ കുറച്ച് നാരോ ആയിട്ടുള്ള റോഡാണ്. മറ്റ് സ്ഥലത്തെ റോഡുകൾ പോലെയല്ല. വളരെ നാരോ ആയിട്ടുള്ള, വളരെ ശ്രദ്ധിച്ചു കൊടുക്കേണ്ട റോഡുകളാണ്. അപ്പം പെട്ടെന്ന് വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലോട്ട് മാറി ഇത്രയും നാരോ റോട്ടിൽ കൂടെ ഓടിച്ച് എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനിലാണ് ഇവർ എല്ലാവരും ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. എങ്കിലും ഞാൻ സകല ധൈര്യവും സംഭവിച്ച് കുറേ നേരം വാഹനം ഓടിച്ചു. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ 10-10 സ്റ്റിയറിംഗ് പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് 1-2 പ്രാവശ്യം ചീത്തയൊക്കെ കേൾക്കേണ്ടി വന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഗിയർ മാറാനായിട്ട് വലതുവശത്തിന് പകരം ഇടതുവശത്ത് പിടിച്ചപ്പം ജോജുവേട്ടൻ പറഞ്ഞു എമിലെ ആയിട്ടില്ല, നിർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാഹനം ഒരു പെട്രോൾ പമ്പിൽ നിർത്തി വീണ്ടും താക്കോല് ജോജുചേട്ടന് കൈമാറി കൂടുതൽ പഠിക്കാനായി ഞാൻ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ രാത്രിയോടുകൂടി ഞങ്ങൾ യതിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മലയാളി ഫുഡ് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നല്ല മലയാളി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. നമ്മുടെ ചോറും കറിയും നല്ല ആഹാരം, ബിരിയാണി ഉണ്ടായിരുന്നു, ഒക്കെ കഴിച്ചു. കുറച്ച് നമ്മൾ വരുന്ന അറിഞ്ഞിട്ട് 1-2 മലയാളികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. വളരെ നല്ലൊരു ആംബിയൻസ്, നല്ലൊരു വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ ആ രാത്രിയിൽ ആ വീട്ടിൽ താമസിച്ചു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ യതിയായിട്ട് ഞങ്ങളുടെ പ്ലാനുകളൊക്കെ ഡിസ്കസ് ചെയ്തു. ആ കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറയണ്ടേ, എനിക്ക് നോർവേയിൽ ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം, ഒന്ന് നോർത്തേൺ ലൈറ്റ്സും, 2 ഒരു അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡുണ്ട്. അതായത് യൂറോപ്പിലെ ഏറ്റവും ഡേഞ്ചറസ് റോഡെന്നാണ് അറിയപ്പെടുന്നത്. അവിടെ എനിക്കൊന്ന് വണ്ടി ഓടിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോർത്തേൺ ലൈറ്റ്സിനുള്ള സമയമായിട്ടില്ലെന്ന് പറഞ്ഞു. അതെന്നെ അല്പം ഒന്ന് വിഷമിപ്പിച്ചു. കാരണം അത് കുറച്ചും കൂടെ നല്ല ഡിസംബർ പോലെ നല്ല തണുപ്പാകുന്ന സമയത്ത് മാത്രമേ നോർത്തേൺ ലൈറ്റ്സ് കിട്ടുള്ളൂ എന്ന് അറിയാൻ സാധിച്ചു. പക്ഷെ എന്നാൽ പിന്നെ എൻ്റെ രണ്ടാമത്തെ ആഗ്രഹമായിട്ടുള്ള അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡ് ഒന്ന് വാഹനം ഓടിച്ച് പോകാമെന്ന് തീരുമാനിച്ചു. അത് വേണമെങ്കിൽ അവിടെ നിന്ന് സാധിക്കാവുന്ന ദൂരമുള്ളൂ, കുറച്ച് ദൂരം ഉണ്ടെങ്കിലും അത് പറ്റും. ഓൾറെഡി അവരൊക്കെ അവിടെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡ് പോകുന്നതിന് മുമ്പ് അദ്ദേഹം മറ്റൊരു സ്ഥലം ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു. ഈ പോകുന്ന റൂട്ടിൽ തന്നെ ഗ്രൈനിങ്ങർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്. ഈ ഗ്രൈനിങ്ങർ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം, എന്നിട്ട് അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡിലേക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. സോ അതനുസരിച്ച് ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ ബർഗനിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് ബർഗൻ സിറ്റിയൊക്കെ ഞങ്ങളൊന്ന് അത്യാവശ്യം ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഒരു നോർവേയുടെ ആ ഒരു ഡിഫറൻസ്, നോർവേജിയൻ ആയിട്ടുള്ളൊരു പട്ടണങ്ങളുടെയും ആ ഒരു വ്യത്യാസമൊക്കെ ഞങ്ങളൊന്ന് അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾ ഗ്രൈനിങ്ങർ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഗ്രൈനിങ്ങറിലേക്കുള്ള യാത്രയിലിടയ്ക്ക് ടണലുകൾ ഉണ്ടെങ്കിൽ തന്നെ നോർമലി ഉള്ള അത്രയും ടണലുകളില്ല. ആ ഏരിയയിലോട്ട് ഗ്രൈനിങ്ങറിലോട്ടുള്ള റോഡിൽ മിക്കതും മലനിരകളിലൂടെ ചുരം പോലെയുള്ള വഴികളായിരുന്നു കൂടുതൽ. പക്ഷെ അത് ഭയങ്കര മനോഹരമായിട്ടുള്ള റൂട്ടാണ്. നമുക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ, സൈഡിലുള്ള ചെങ്കുത്തായ മലകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടവും പിന്നെ അതുപോലെ റോഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തന്നെ പോകാം. അത് മാത്രമാണ് അവിടുത്തെ ഒരു യൂറോപ്പിൽ യാത്ര ചെയ്തപ്പോൾ കുറച്ച് അപകടകരമായിട്ടുള്ള റോഡാണെന്ന് ഫീൽ ചെയ്തത്. കാരണം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഹെയർ പിൻസ് ഒക്കെ ഉള്ള വഴികളാണ് അത്.
ബട്ട് ആ ഒരു ഭംഗിയും ആ ഗ്രൈനിങ്ങർ റൂട്ടിലുള്ള യാത്രയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. അത് ഞങ്ങൾ കുറേ യാത്ര മുന്നോട്ട് പോയി വലിയ ഹെയർ പിന്നൊക്കെ കയറി ഇറങ്ങി വന്നൊരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഗ്രൈനിങ്ങർ നമുക്ക് ദൂരെ വെച്ചിട്ട് തന്നെ ഈ ഗ്രൈനിങ്ങർ ഫ്യോർഡ്, ആക്ച്വലി ഗ്രൈനിങ്ങർ എന്ന് പറയുന്നൊരു ഫ്യോർഡാണ്, ആ ഫ്യോർഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഗ്രൈനിങ്ങർ ഫ്യോർഡ് കണ്ടപ്പോഴത്തേനും നമ്മൾ ഭയങ്കരമായിട്ട് ചാർജായി. കാരണം നോർവേ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്ത് കാണുന്ന ഫോട്ടോസിലൊക്കെ കാണുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം ഒരു സന്തോഷം തോന്നി. നേരെ താഴെ ഈ ഫോട്ടോസിലെല്ലാം കാണുന്ന പോലെ തന്നെ ഒരു ഷിപ്പ് വന്ന് കിടപ്പുണ്ടായിരുന്നു. മുകളിലൊരു ചെറുതായിട്ടുള്ളൊരു കാർമേഘം, ചുറ്റും മലനിരകൾ, ഇതിൻ്റെ താഴെ വശത്തായിട്ടൊരു കൊച്ചു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഷിപ്പിൻ്റെ ടിക്കറ്റ് എടുത്ത് അവിടുന്ന് നമുക്ക് ഷിപ്പിൽ കയറാം. ഈ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് പോയി. അങ്ങനെ ഒരു ചെങ്കുത്തായ ഒരു മല കയറി ഇറങ്ങി ആണ് നമ്മൾ ഈ ഗ്രൈനിങ്ങർ ഫ്യോർഡ് കാണുന്നത്. അങ്ങനെ യാത്ര തുടർന്നു. ഞങ്ങൾ അന്ന് വൈകുന്നേരം മറ്റൊരു ക്യാമ്പ് സൈറ്റിൽ പോയി അന്ന് അവിടെ താമസിച്ചു. അടുത്ത ദിവസം രാവിലെയാണ് എൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിട്ടുള്ള അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡിലോട്ട് പോകുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു പാലമാണ് അല്ലെങ്കിൽ റോഡാണെന്നുള്ളത്. അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡിലൂടെയുള്ള യാത്ര എപ്പോഴും അപകടകരമാണോ എന്ന് ചോദിച്ചാൽ വളരെ റഫായിട്ടുള്ള സീ ഉള്ളപ്പം അങ്ങോട്ടുള്ള വഴി സാധാരണ ക്ലോസ് ചെയ്യാറുണ്ട്. കാരണം ഈ റൂട്ടിൽ പണിതിരിക്കുന്ന ഒരു പാലത്തിൻ്റെ മുകളിലേക്ക് ഈ തിരമാലകൾ വളരെ ശക്തമായിട്ട് അടിച്ച് കയറുമ്പോഴാണ് അപകട സാധ്യത കൂടുന്നതും റോഡ് അടച്ചിടുന്നതും. നമ്മൾ പോയ ഒരു സമയത്ത് അത്ര റഫായിട്ടുള്ളൊരു സീ ആയിരുന്നില്ല. എങ്കിലും ആ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ഉണ്ട്. ഈ പാലത്തിലേക്ക് തിരയടിച്ച് കയറുമ്പോൾ ഫുൾ മൂൺ ഈ പാലത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് അത്ര ഭംഗിയുണ്ട്. ചിത്രങ്ങളിലും ഇതൊക്കെ കണ്ട് ഇത് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ അന്ന് രാത്രി കഴിച്ചു കൂട്ടി. ഈ നോർവേയിലെ ക്യാമ്പിംഗ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മാജിക്കലായിട്ടുള്ള ലൊക്കേഷൻസിലാണ്. നമ്മൾ നോക്കുമ്പോൾ നല്ല ബ്ലൂ കളറിലുള്ള വെള്ളമുള്ള ഒരു തടാകം ഒരു സൈഡിലുണ്ടാവും, ഒരു സൈഡിൽ ഗ്ലേഷ്യർസ് കാണാൻ പറ്റും. വളരെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തായിരിക്കും താമസിക്കുന്നത്. സോ നോർവേ എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഓരോ കിലോമീറ്ററുകളിലും നോർവേ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മളങ്ങനെ അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡിലേക്ക് നമ്മൾ യാത്ര തുടങ്ങി. ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡിൽ നമ്മളെത്തിയ സമയത്ത് അവിടെ ഭയങ്കര ശക്തമായ തിരകളൊന്നുമില്ലായിരുന്നു. എൻ്റെ ആഗ്രഹം പോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും ഡേഞ്ചറസ് റോഡ് എന്നറിയപ്പെടുന്ന അറ്റ്ലാന്റിക് ഓഷ്യൻ റോഡിൽ ഞാൻ വാഹനം ഓടിച്ചു. ആ പാലത്തിൽ കൂടെയൊക്കെ കുറച്ച് ദൂരം വാഹനം ഓടിക്കുന്ന കുറേ ഡ്രോൺ ഷോട്ടുകളൊക്കെ ഞങ്ങൾ എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ച് ഇതിനടുത്തായിട്ടുള്ളൊരു പാർക്കിംഗ് ലോട്ടിൽ വാഹനം നിർത്തി ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു നോർവീജിയൻ ആള് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇവിടെ നിങ്ങൾ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഡ്രോൺ ഫ്ലൈ ചെയ്തതിന് ഇവിടെ പോലീസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 40 ലക്ഷം രൂപ, ഇന്ത്യൻ റുപ്പി 40 ലക്ഷം രൂപ, അത് അത്ര തുല്യമായിട്ടുള്ള ഒരു എമൗണ്ടാണ് നിങ്ങൾക്ക് ഫൈൻ വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് റഷ്യൻ സ്പൈസിനെ ഈ അടുത്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ അവരും ഡ്രോൺ ഫ്ലൈ ചെയ്തതിനൊക്കെയാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് അലൗഡ് ആയിട്ടുള്ള സ്ഥലമല്ല, നിങ്ങൾക്ക് ഫൈന് കിട്ടാനും പോലീസ് പിടിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി അവിടെ തന്നെ മറ്റു കുറച്ച് ആളുകൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന കണ്ടിട്ടാണ് ഡ്രോൺ ഫ്ലൈ ചെയ്തതൊക്കെ. ബട്ട് ഇങ്ങനൊരു ഇൻസിഡൻ്റ് എന്ന് അറിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പെട്ടെന്ന് പാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. പക്ഷെ ആ ഒരു റൂട്ടിൽ വാഹനം ഓടിക്കുന്നതിൻ്റെയും ആ റൂട്ടും കാണാനും അനുഭവിക്കാനും നമ്മൾ ആഗ്രഹിച്ചതുപോലെ അവിടുന്ന് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനൊക്കെ സാധിച്ചു. നോർവേയിൽ വന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച എല്ലാ കാര്യവും ആ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. ആ ഒരു സന്തോഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ച് ഓസ്ലോയിലേക്ക്, ക്യാപിറ്റലായിട്ടുള്ള ഓസ്ലോയിലേക്ക് യാത്ര തുടർന്നു. വീണ്ടും ദീർഘമായിട്ടുള്ളൊരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഓസ്ലോ നഗരത്തിലെത്തി. ഓസ്ലോയിൽ അഗെയിൻ ഒരു മലയാളി സുഹൃത്ത് അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ഇപ്പോൾ ഓസ്ലോ സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ലോ ആ ചുറ്റുവട്ടത്തൊക്കെ വളരെ ശക്തമായിട്ട് മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഓരോ കെട്ടിടങ്ങളിലൊക്കെ അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. വീടിൻ്റെ മുകളിൽ മഞ്ഞൊക്കെ വീണ് അത് വലിയ കട്ടകളായിട്ട് വാഹനത്തിൽ വീണ് അങ്ങനെ അപകടങ്ങൾ പറ്റുന്നു, വാഹനങ്ങൾ നശിക്കുന്നതും ഒക്കെ തടയാനായിട്ട് അവിടെ ഒരു ബാരിയർ പോലെ മിക്ക വീടുകളിലും ഉണ്ടാവും, വലിയ ഐസ് കട്ടകൾ വീഴാതെ. പിന്നെ അതുപോലെ തന്നെ മിക്ക വീടുകളും തടിയും അതിൻ്റെ ഇടയിലായിട്ട് കൺസീലിംഗ് ഒക്കെയുള്ള ഹീറ്റ് കൂടുതൽ
ഉള്ളിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് വീടുകൾക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ വീടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തടികളൊക്കെ ആണെങ്കിൽ അതിൽ ചെതൽ പിടിക്കുകയോ നശിച്ചു പോവുകയോ ഒന്നുമില്ല. അവിടുത്തെ ക്ലൈമറ്റിൻ്റെയും അതുപോലെ ആ തടിയുടെ പ്രത്യേകതയൊക്കെയാണെന്ന് തോന്നുന്നു. ഒരുപാട് വീടുകൾ ഈ തടികൾ കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ആസ്വദിച്ച് യാത്ര ചെയ്തുകൊണ്ട് തന്നെ 10 ദിവസം കടന്നു പോയത് തന്നെ അറിഞ്ഞില്ല. പക്ഷെ ഒരു അല്പം വിഷമമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു ഓസ്ലോയിൽ വെച്ചിട്ട്. സാൻഡോയ്ക്ക് UK അതിനടുത്ത ദിവസം US വിസ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അതിന് എന്തായാലും പോയേ ഒക്കൂ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അത് മാറ്റിവെക്കാൻ നോക്കിയിട്ട് തന്നെ വേറൊരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ നോക്കിയപ്പോഴും അത് 1 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് മറ്റൊരു ഡേറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോവാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തത് വിസ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ, പാസ്പോർട്ട് തിരിച്ച് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും തിരിച്ച് റീജോയിൻ ചെയ്യാം. അതുവരെ ഞാൻ യൂറോപ്പിൽ സ്റ്റേ ചെയ്യാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ കുറച്ച് വിഷമത്തോടുകൂടി സാൻഡോയോട് ഞങ്ങൾ യാത്ര പറഞ്ഞു. ഓസ്ലോയിൽ നിന്ന് അദ്ദേഹം പോയി. ഞങ്ങൾ ഓസ്ലോയിൽ നിന്ന് ഞാനും ജോജുവേട്ടനും അടുത്ത യാത്ര സ്വീഡനിലേക്കാണ് പ്ലാൻ ചെയ്തത്. സാൻഡോ പോയപ്പോഴത്തേനും ഇത് യാത്രയെക്കാട്ടിലും കൂടുതൽ ഒരു ഓട്ടോ എൻത്യൂസിയാസ്റ്റുകളുടെ യാത്രയായിട്ട് അങ്ങ് മാറി എന്ന് വേണമെങ്കിൽ പറയാം. സ്വീഡനിലേക്കുള്ള യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഗോതൻബർഗ് എന്ന് പറഞ്ഞൊരു പട്ടണത്തിലേക്ക് പോകാനാണ്. ക്യാപിറ്റലായ കോപ്പൻഹേഗൻ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ പട്ടണമാണ് ഗോതൻബർഗ്. ഗോതൻബർഗിലാണ് വോൾവോയുടെ ആസ്ഥാനം. വോൾവോയുടെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ ഒന്ന് പോകണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ ഗോതൻബർഗിലുള്ള വോൾവോ മ്യൂസിയത്തിലെത്തി. വോൾവോ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ വെച്ച് ജോജു ചേട്ടൻ പതുക്കെ അവിടുത്തെ ആളുടെ അടുത്ത് പറഞ്ഞു, ഇന്ത്യയിൽ നിന്നുള്ള വലിയൊരു ഓട്ടോ എൻത്യൂസിയാസ്റ്റും ഇൻഫ്ലുവൻസറുമാണ് ഈ ബാക്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇൻസ്റ്റഗ്രാം പേജ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ കൊടുത്തു. ജോജു ചേട്ടൻ തന്നെ ഇൻസ്റ്റഗ്രാം, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. സോ ജോജു ചേട്ടൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് എടുത്ത് നേരെ അവിടെയുള്ള ആളുകളെ കാണിച്ച് കൊടുത്തപ്പോൾ പറഞ്ഞു എൻ്റെ എൻട്രൻസ് ഫ്രീ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജോജു ചേട്ടൻ്റെ അടുത്ത് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ ജോജു ചേട്ടൻ പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തിൻ്റെ ക്യാമറമാനാണ്, എനിക്കും കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഫ്രീ ആയിട്ട് മ്യൂസിയത്തിൽ കയറി. എനിക്കതിന് മനസ്സിലായതെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അവിടെ ഈ മ്യൂസിയത്തിലാണേലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഒരു പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട്. അവർ ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ തരുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസറാണെന്ന് പറയുന്നതിലൊരു അഭിമാനം തോന്നി. വോൾവോ മ്യൂസിയത്തിലൂടെ ഞങ്ങൾ നടന്ന് കാഴ്ചകൾ കണ്ടു തുടങ്ങി. വോൾവോ എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ എല്ലാ എവല്യൂഷൻസും എങ്ങനെയാണ് ഇന്നത്തെ രീതിയിലുള്ള ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാറുകൾ നിർമ്മിക്കുന്ന, ഏറ്റവും ഗംഭീരമായിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ട്രക്കുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി എങ്ങനെയാണ് ഇന്നുള്ള രീതിയിൽ എത്തി നിൽക്കുന്നതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കംപ്ലീറ്റ് കമ്പനിയുടെ ഹിസ്റ്ററിയും നമുക്ക് വോൾവോ മ്യൂസിയത്തിൽ കാണാനായി. എല്ലാം ഒരു ഓവറോൾ നമുക്ക് ആ ബ്രാൻഡിനെ പറ്റിയൊരു അവയർനെസ് കിട്ടാൻ ആ മ്യൂസിയം വിസിറ്റ് ശരിക്കും ഹെൽപ്പ് ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടി മ്യൂസിയത്തിൽ നിന്നിറങ്ങി ഞങ്ങൾ ഗോതൻബർഗ് പട്ടണം കണ്ട് സ്വീഡനോട് യാത്ര പറഞ്ഞു.